ഇതൊക്കെ ഷാർപ്പായിട്ട് ചെല്ലുന്നതാണ് ഭാവാത്ഭാവ ചിന്ത എന്ന് പറയുന്നത്. ശരി, വളരെ ഷാർപ്പാണ്. പക്ഷെ അത് പറയുന്നത്, ഞാൻ പറഞ്ഞത് ഈ ഇങ്ങനെ പറയുമ്പോൾ ഒരു ജാതകം കിട്ടിക്കഴിഞ്ഞാൽ ഭാവാത്ഭാവത്തിൽ കൂടി ആ വ്യക്തിയുടെ A to Z കാര്യങ്ങൾ അതിനകത്ത് പറയാൻ പറ്റും. ഇന്ന സ്വഭാവമായിരിക്കും നിങ്ങൾക്ക്, ഇന്ന കാര്യങ്ങൾ ഇന്ന രീതിയിലാണ്, നിങ്ങൾ ഇന്ന രീതിയിൽ ചരിഞ്ഞു കിടക്കുന്ന ഉറങ്ങളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പുതച്ചു കിടക്കുന്ന ആളായിരിക്കും, ഫാൻ ഇട്ട് കഴിഞ്ഞാൽ പുതച്ചു കിടക്കുന്ന ആളായിരിക്കും നിങ്ങൾ, ഫാൻ ഇടാണ്ട് നിങ്ങൾക്ക് സൗണ്ട് കേട്ടാൽ നിങ്ങൾ ഉറങ്ങാൻ പറ്റില്ല. ഇതെല്ലാം ജാതകത്തിൽ നിന്ന് പറയാൻ പറ്റും. അതെ, ഒരു ജാതകത്തിൽ കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ മാതാവിനെ കുറിച്ചിട്ട്, പിതാവിനെ കുറിച്ചിട്ട്, സഹോദരങ്ങളെ കുറിച്ചിട്ട്, അതിൻ്റെ പുരാണമായ കാര്യങ്ങളെല്ലാം തന്നെ ഒരു ജാതകത്തിൽ നിന്ന് നമുക്ക് കിട്ടും. ഈ തലക്കുറി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് പറ്റിക്കപ്പെടുന്ന സംഭവങ്ങൾ ഒരുപാടുണ്ട്. കാരണം തലക്കുറി എന്ന് പറഞ്ഞാൽ സാധാരണ ആളുകൾക്കൊന്നും അതിനകത്ത് അറിയില്ല. ജ്യോതിഷവും തെറ്റിദ്ധാരണകളും. സർ, അബാക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം സർ. ഓൾമോസ്റ്റ് പല ആൾക്കാരും പല രീതിയിലുള്ള മാനസിക സംഘർഷങ്ങളിൽ കടന്നു പോകുന്നവരാണ്. അപ്പം സ്വാഭാവികമായിട്ടും അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നല്ലൊരു ദൈവജ്ഞനെയോ നല്ലൊരു ജ്യോതിഷനോ ആയിരിക്കും. അപ്പോൾ ഈ പോകുന്ന സമയങ്ങളിൽ പല സ്ഥലങ്ങളിലും ജ്യോതിഷന് പൂർണ്ണമായിട്ടും നല്ല നോളജ് ഉണ്ടായിരിക്കാം, പക്ഷേ ഒരു മിസ്ലീഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു ഗൈഡൻസിന് വേണ്ടിയാണല്ലോ ജ്യോതിഷൻ്റെ അടുത്തേക്ക് പോകുന്നത്. അപ്പം പൂർണ്ണമായിട്ടും 2 ഫിലോസഫിയിലാണ് ഈ ജ്യോതിഷം വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന. ഹോപ്പ് ജനറേഷനും 2 ഫിയർ ഫാക്ടേഴ്സും. അതിൽ നല്ല ജ്യോതിഷന്മാർ ഓൾവേസ് അവരെന്താ ചെയ്യുക, ഹോപ്പ് ജനറേഷനിൽ കൂടെ പ്രതീക്ഷകൾ കൊടുത്തുകൊണ്ട് ആൾക്കാരെ കൈപിടിച്ച് വരുത്തുന്നുണ്ട്. സർ, എന്താണ് ഈ ജ്യോതിഷത്തിലെ തെറ്റിദ്ധാരണകൾ? ശാസ്ത്രം പൂർണ്ണമായിട്ടും 100% എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതാണ്. സർ, ഒന്ന് വിവരിക്കാമോ? തീർച്ചയായിട്ടും നല്ല ക്വസ്റ്റ്യനാണ്. കാരണം ഫസ്റ്റ് കാര്യം പറയാനുള്ള വെച്ചാൽ നമ്മളുടെ ജീവിക്കുന്ന ആ രീതി, ചുറ്റുപാടുകൾ, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു യൂറോപ്യൻ സ്റ്റൈലിലല്ലല്ലോ നമ്മൾ. ഇപ്പോൾ നമ്മുടേതായിട്ടുള്ള മിത്തോളജി ഉണ്ട്, നമ്മുടേതായിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള ചില ഫീലിങ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ അതിന് ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ്. അത് ഒരു 80 വർഷത്തിന് മുമ്പ് തന്നെ നഷ്ടപ്പെട്ടു പോയത്. ശരി. കാരണം ഒരു ചിട്ട ഉണ്ടായിരുന്നു നമുക്ക് ജീവിതത്തിലെ. കാലത്ത് എണീറ്റ് ഇന്നത് ചെയ്യണം, അത് ഓരോ കാര്യങ്ങൾ വൈകുന്നേരം ചെയ്യണം, ഉച്ചയ്ക്ക് ചെയ്യണം, അങ്ങനെ ഓരോന്നും നമ്മൾ ക്രമീകപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിനെല്ലാത്തിനും റീസൺസ് ഉണ്ടായിരുന്നു. ഭയപ്പെടുത്തുന്നത് ദൈവം, ഈശ്വരൻ ഇഷ്ടപ്പെടില്ല എന്നുള്ള രീതിയിലാണ് കാരണന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അതിനകത്തൊരു തത്വം ഉണ്ടായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ജീവിത ചര്യകളെ നമ്മൾ ക്രമീകപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഉത്തേജനങ്ങൾ, ക്ലെൻസിങ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിലുണ്ടാകുന്ന നെഗറ്റീവ്സിനെയൊക്കെ മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ദിനചര്യകൾ, ചിന്തകൾ. ഇപ്പോൾ നമ്മൾ എല്ലാവരും ആഹാരം കഴിക്കുന്നത് ആ ശരീരത്തിന് വേണ്ടിയിട്ടാണ്, ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ മനസ്സിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി എന്ത് ആഹാരം കഴിക്കുന്നത്? ഒന്നും കഴിക്കുന്നില്ല. പണ്ടൊക്കെ ഉണ്ടായിരുന്നു വൈകുന്നേരം നാമജപം ഉണ്ടായിരുന്നു. നാമം ജപിച്ചാൽ എന്നൊക്കെ അങ്ങനെയായിരുന്നു. കാരണം 7 മണി വരെ നാമം ജപലാണ്, അതിന് ശേഷമേ ആഹാരം തരുന്നുള്ളൂ, ഇല്ലെങ്കിൽ കഴിക്കില്ല, തരില്ല, ഉറപ്പാണ്. അടി വരെ കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ചിട്ട. അപ്പം അന്നും അറിയില്ല എന്താണ് കാരണം എന്നുള്ളത് അറിയില്ല. അപ്പോൾ അന്ന് ഫോളോ ചെയ്ത് വന്നിരുന്ന ഒരു രീതി എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. അത് അങ്ങനെ കാരണന്മാർ അങ്ങനെയാണ് നിഷ്കർഷിച്ചിരുന്നത്, അതുകൊണ്ടാണ് എന്നുള്ളത് ധാരണ വന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാറി. ഇപ്പോൾ ഫിംഗർ ടിപ്പിൽ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാകും. അപ്പോൾ അതേ രീതിയിൽ പോകുന്നു. അപ്പോൾ ബേസ് ഇല്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞ ഒരു വിഭാഗം ആളുകൾ ഇവിടെയുണ്ട്. ബേസിക്കില്ലാതെ, കാരണം മതമായിട്ട് കണക്ഷൻസ് കുറവ്, ക്ഷേത്രം അല്ലെങ്കിൽ പള്ളികളുമായിട്ട് കണക്ഷൻ കുറവ്. അവർക്ക് ചിന്ത വെച്ച് ജീവിക്കുക, പൈസ കൊടുത്താൽ എന്ത് സാധനം കിട്ടും, പിന്നെ എന്തിനാ യു ആർ ശരിക്കും പറയും എന്നുള്ള ഒരു ധാരണ വരികയാണ്. അപ്പം അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു ധാരണ വന്നു. നമ്മുടെ ആധുനിക യുഗത്തിലെ പിള്ളേരുടെ കാര്യം അതാണ്. ഇപ്പോൾ അറിയാലോ, ഇപ്പോൾ ലിക്കറും ഡ്രഗ്സും ഒക്കെ ഉള്ള ആ ഒരു രീതിയിലേക്കായി. എന്താ വെച്ചാലെങ്കിൽ ഒരു കാഴ്ചപ്പാടില്ലാത്തൊരു രീതിയാണ് അത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, പൈസ കിട്ടുന്നുണ്ട്. ഇപ്പോൾ അമ്മയും മറ്റേത് പിതാവ് മാത്രമായിരിക്കും വർക്ക് ചെയ്തിരുന്നത്. ഇപ്പോൾ മാതാവും വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ മക്കളും വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും പൈസ ഇഷ്ടം പോലെയുണ്ട്. ഇതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം? വീട്ടിൽ അടുക്കളയിലേക്ക് കയറാൻ നിവൃത്തിയില്ല എന്ന് വെച്ചാൽ കയറാനായിട്ട് മടി, പുറന്ന് തന്നെ ഓർഡർ ചെയ്യും, ജങ്ക് ഫുഡ്സ് ഒക്കെ റെഡി ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ ഒരു ഇതാണ്. അത് തന്നെയല്ല, ഒരു വെക്കേഷൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ദിവസം ഒഴിവ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും അടിച്ചു പൊളിച്ച് എവിടെയെങ്കിലും പോകും. എന്തിനാണ് നമ്മൾ ജീവിക്കണം? നമ്മൾ പൈസ ചിലവാക്കണം, നമ്മൾ ജീവിക്കാനുള്ള, ആസ്വദിക്കാനല്ലേ ജീവിക്കണേ എന്നുള്ള ധാരണയിൽ ഓക്കെ ഡു ഇറ്റ്. പക്ഷേ ഇതിനകത്തൊരു ടൈമുണ്ട്, ഒരു എൻഡുണ്ട്. ആ എൻഡ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയിടാം. കാരണം വെച്ചാൽ മക്കൾ കല്യാണം കഴിച്ചു, അവരുടേതായിട്ട് പ്രോബ്ലംസ് വന്നു, രോഗങ്ങളിലേക്ക് വന്നു. ഇതെല്ലാം വരുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് പഴയ കാര്യം, എന്താണ് ഇത് പറ്റിക്കണേ? അപ്പോഴാണ് ആലോചിക്കണേ. അപ്പോൾ ഈശ്വരനെ വിശ്വസിക്കാതെ വളരെ നിരീശ്വരവാദിയായിട്ടിരിക്കുന്ന ആളുകളൊക്കെ അന്ന് ഭക്തിയായി പതുക്കെ അമ്പലത്തിലൊക്കെ പോയി തുടങ്ങും. അമ്പലത്തിലേക്ക് പോയി തുടങ്ങുമ്പോഴാണ് അവിടെ നിന്ന് കേൾക്കുന്നത് നമ്മളൊരു ഇന്ന ആൾ ജ്യോത്സ്യനുണ്ട്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്നുള്ളത്. ആ രീതിയിൽ പോയി കഴിയുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇത് കിട്ടുന്ന ആളാണല്ലോ. അപ്പോൾ ശരി, എന്നാൽ ശരിക്കും ആക്കിയേക്കാം
തട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അത് ഓരോ ദോഷങ്ങൾ പറഞ്ഞ്, ദോഷങ്ങളില്ല എന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ പക്ഷേ അതിന് ഒരു കാര്യങ്ങളുണ്ട്, അതിന് പരിഹാരങ്ങളെല്ലാം, അതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. അത് പരിഹാരങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. ഇന്ന കാര്യങ്ങളാണ്, ഇന്ന കാര്യങ്ങൾ ക്ഷേത്രത്തിൽ പോകണം, ഇന്ന രീതിയിൽ ചെയ്യണം എന്നൊക്കെ പറയും. ശരിയാണ്. ചെയ്തു കഴിഞ്ഞാലും വീണ്ടും ഇത് തന്നെയാണ് അവസ്ഥ. കാരണം എന്താണ്, മാറേണ്ടത് എവിടെയാണ്? അവനവനാണ് മാറേണ്ടത്. അതെ, ഇല്ലേ? നമ്മൾ വഴിപാട് ചെയ്ത് ഭഗവാന് ഇതൊന്നും ആവശ്യമൊന്നുമില്ല. ഈ നേർച്ചകളോ അല്ലെങ്കിൽ അവിടെ പ്രസാദം കൊടുക്കണത് ഭഗവാനൊന്നും ചെയ്യുന്നില്ല. അതും ചാർത്ത് 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം ചാർത്ത കർമ്മങ്ങൾ ചെയ്യാണ്. കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മളൊരു ഹോമത്തിന് അതിന് ബേസിക് ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ക്ഷേത്രത്തിൽ പോയാൽ എങ്ങനെയാണ് ക്ഷേത്ര ചൈതന്യ രഹസ്യത്തെ കുറിച്ചിട്ട് അറിയില്ല. ക്ഷേത്രത്തിൽ പോകുന്നു, നമ്മൾ തൊഴുകുന്നു, അവിടെ ആളുകളെ കണ്ട് വർത്തമാനം പറയുന്നു, സലാം പറഞ്ഞു പോരുന്നു. ഭഗവാന് സലാം പറയുന്നതാണ് നമ്മുടെ ധാരണ. നമ്മൾ പോകണ്ടല്ലോ ദിവസം 360 ദിവസം. പലരും ചോദിക്കാറുണ്ട്, സാറേ ഞാൻ 365 ദിവസവും ഞാൻ പോകാറുണ്ട്, എന്നിട്ട് എനിക്കിങ്ങനെ വന്നല്ലോ. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും പ്രശ്നം തീരുന്നതാണോ വിചാരിച്ചേക്കണേ? അല്ല, അമ്പലത്തിൽ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അമ്പലം എന്നാ ഉണ്ടായത്? വേദകാലങ്ങളിലൊന്നും അമ്പലമില്ല. അമ്പലത്തിൻ്റെ കൺസെപ്റ്റിന് എത്രയോ ശേഷമാണോ വന്നേക്കണത്. പക്ഷെ അത് ആവശ്യമാണ്, ക്ലെൻസിങ് ആണ്. കാരണം കാലിൽ ചെളി പറ്റിക്കഴിഞ്ഞാൽ അത് കഴുകിക്കളയുന്ന പ്രക്രിയ മാത്രമാണ് ക്ഷേത്രത്തിലുള്ളത്. ക്ലെൻസിങ് ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ക്ഷേത്ര ചൈതന്യ രഹസ്യം അറിഞ്ഞാൽ മാത്രമേ, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഇത് തന്നെയാണ്, നമ്മൾ എപ്പോഴും പറയാറുണ്ട്, അത് ചൈതന്യത്തിൻ്റെ ഓരോ രഹസ്യമാണ്. അതായത് ചക്രാസ് ഉണ്ട്, 7 ചക്രാസ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഷഡാധാര പ്രതിഷ്ഠ എന്ന് പറയുന്നത്. തന്നെയാണ് ബേസിക്കലി ഏറ്റവും കൂടുതൽ ചൈതന്യമുള്ളത് ക്ഷേത്രം എന്ന് പറയുന്നത് ഷഡാധാര പ്രതിഷ്ഠ ഉള്ളതാണ്. നമ്മുടെ ശ്രീധരൻ തന്ത്രി ഒരു ഇതിൽ സംസാരിച്ച് ഷഡാധാരത്തെ കുറിച്ചിട്ട് പറഞ്ഞ് അങ്ങേർക്ക് അവാർഡ് കിട്ടിയ ആളാണ്. ശരി, വളരെ പെർഫെക്റ്റ് ആയിട്ടൊരു സംഭവമാണ്. കാരണം അതിനെ ബേസ് ചെയ്തിട്ട് ആ ചൈതന്യത്തെ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എങ്ങനെയാണ് ക്ഷേത്രത്തിൽ പോയാൽ എങ്ങനെ നിന്നിട്ട് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ബേസിക്കലി അതാണ്. കൊച്ചുങ്ങളായിട്ട് നമ്മൾ പോകാറുണ്ടല്ലേ? അതെ, കൊച്ചുങ്ങളായിട്ട് നമ്മൾ പണ്ട് നമ്മളെ കൊണ്ടുപോയിട്ടുണ്ട്, ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്. നമ്മൾ ആനയും അമ്പാരിയൊക്കെ കാണുമ്പോഴേക്കും ഭയങ്കര തുള്ളിച്ചാടലും ബഹളമൊക്കെ ഒന്നും അറിയുന്നില്ല. പക്ഷെ അവിടെ ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ട്, അവിടുത്തെ ചൈതന്യം. ഉത്സവം എന്ന് പറഞ്ഞാൽ പ്രദക്ഷിണകളുടെ ഒഴുക്കാണ്. ആ ചൈതന്യത്തിൻ്റെ ഒരു കൊല്ലത്തെ നിൽക്കുന്ന ആ ചൈതന്യത്തെ പുറത്തേക്ക് ഒഴുക്കിക്കളയുകയാണ്. എങ്ങോട്ടേക്ക്? നമ്മുടെ ഭക്തരിലേക്ക്, ജനങ്ങളിലേക്ക്, ഗ്രാമത്തിലേക്ക്, ദേശത്തിലേക്ക്. ആ ചൈതന്യം നമ്മൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് പറ എഴുന്നള്ളിക്കൽ. ഓരോ ക്ഷേത്രത്തിൽ ഓരോ വീടുകളിലേക്കും ചെല്ലുകയാണ്. ആ ചൈതന്യമാണ് നമ്മൾ ഓരോരുത്തർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അവിടെ ചെന്ന് നമ്മൾ കൊടിമരത്തിലേക്ക് എത്തുന്നത് ആ ചൈതന്യമാണ്. കൊടിമരത്തേക്ക് എത്തുന്നത് ആ കൊടിമരത്തിൻ്റെ ആ ചൈതന്യം എന്ന് പറയുന്നത് എല്ലാവരിലേക്കും ഈക്വലായിട്ട് ഓരോ രീതിയിൽ അബ്സോർബ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് എവിടെയാണ് സ്വീകരിക്കേണ്ടത്? എന്താണ് ചക്രാസ്, എന്താണ് ബോഡി, ഇതിനെക്കുറിച്ചിട്ട് ആദ്യം തന്നെ ഒരു ബേസിക് ആയിട്ടൊരു നോളജ് ആവശ്യമാണ് നമുക്ക്. അവിടെയാണ് ഇതിന് തെറ്റുപറ്റുന്നത്. കാരണം ഇതെല്ലാം പണ്ട് ചെയ്തിരുന്നു. നാമം ചെല്ലുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? ചമ്മറപ്പടിയിട്ടിരുന്ന അല്ലെങ്കിൽ പത്മാസനത്തിൽ ഏത് തരത്തിലായാലും സുഖാസനത്തിലായാലും ശരി, നാമം ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ആ വൈബ്രേഷൻസ് നമ്മൾ എത്രമാത്രം റെക്ടിഫൈഡ് ആക്കുന്നു എന്നുള്ളത് പണ്ടത്തെ കാരണവന്മാർക്ക് അറിയാമായിരുന്നു. അത് കാലക്രമേണ അത് മനസ്സിലാക്കാണ്ടായി. അപ്പോൾ എന്ത് പറ്റും? ജ്യോത്സ്യൻ്റെ അടുത്ത് ചെന്നപ്പോൾ ജ്യോത്സ്യം പറയാൻ എന്നതാണെന്ന് പറയും. ആ കർമ്മങ്ങൾ അവിടെ പോയി ചെയ്യുക. പക്ഷേ യാതൊരു ഫലം ഉണ്ടാവില്ല. കാരണം എന്താണ്? സ്വീകരിക്കുന്നത് കുടം കമത്തി വെച്ചേക്കാണ് അവിടെ പോകുന്നത്. അത് തുള്ളി വെള്ളം ഉണ്ടാവില്ല. കുടം മലർത്തി വെച്ചിട്ട് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഈ വഴിപാട് എന്ന് പറയുന്നത്, ഈ ചെയ്യുന്ന കർമ്മം എന്ന് പറയുന്നത് നിങ്ങളിലുള്ള ഇന്നിൻ്റെ ദോഷങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണ്. ഈ ദോഷങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ എഫക്റ്റ് ചെയ്യുന്നത് ഇന്നിൻ്റെ ഭാഗങ്ങളിലാണ്, മനസ്സിൻ്റെ ഇന്ന തലത്തിലാണ്. ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. തന്നെയുമല്ല, ഇപ്പോൾ ഒരു കാലിൽ ചെളി പറ്റിക്കഴിഞ്ഞു, കഴുകിക്കളഞ്ഞാൽ മാറി എന്ന് പറഞ്ഞു. വീണ്ടും ചെളി പറ്റാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വിവേക ബുദ്ധിയോടുകൂടി, വിവേചന ബുദ്ധിയല്ല, അതെ, ഡിസ്ക്രിമിനേഷൻ അല്ല ആവശ്യം. വിവേക ബുദ്ധിയോടുകൂടി നമ്മൾ അതിനി മേലാൽ പറ്റാണ്ട് നോക്കണം. അപ്പോൾ എന്ത് വേണം? നമ്മൾ അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കണം. ഡെയിലി നിത്യേന ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ഒരുപാട്. അപ്പോൾ അതാണ് കൺവിൻസ് ചെയ്യുക. അതായത് ഓരോ കാര്യങ്ങളും ഒരു വ്യക്തിയുടെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ക്യാൻസർ രോഗി വരികയാണ്. ക്യാൻസർ രോഗി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് ആയതിനു ശേഷമാണല്ലോ ക്യാൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഒരാളുടെ പ്രശ്നം നോക്കി, സാറേ എനിക്ക് പ്രശ്നങ്ങൾ ഇപ്പോൾ തൽക്കാലത്തേക്കൊന്നുമില്ല, എനിക്കൊന്ന് പ്രശ്നം നോക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ അവരുടെ തലക്കുറി ആദ്യം തന്നെ തരികയാണ്. ഈ തലക്കുറി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് പറ്റിക്കപ്പെടുന്ന സംഭവങ്ങൾ ഒരുപാടുണ്ട്. കാരണം തലക്കുറി എന്ന് പറഞ്ഞാൽ സാധാരണ ആളുകൾക്കൊന്നും അതിനകത്ത് അറിയില്ല. അപ്പോൾ അതിന് ലഗ്നം എന്താണെന്നും ഈ 12 രാശികളിൽ കൂടി എന്താണ് കിടക്കുന്നതെന്നും ഇതിൻ്റെ ശരിക്കും സഹസ്രാരം തുടങ്ങി ശരിക്കും കാലിൻ്റെ പാദം വരെയുള്ള ഭാഗങ്ങളാണ് ഈ 12 രാശികളിലേക്ക് ക്രോഡീകരിച്ചിരിക്കുന്നത് എന്നുള്ളതും മനസ്സിലാക്കി ഓരോന്നിനെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. സാമാന്യ ബുദ്ധി അല്ലെങ്കിൽ സാമാന്യ രീതിയിലുള്ളൊരു നോളജ് അതിനെക്കുറിച്ച് ഇല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും ഒന്നും അറിയാൻ പറ്റില്ല. അപ്പം ഞാനിവിടെ വരുമ്പോൾ സംബന്ധിച്ചൊരു എല്ലായിടത്തും പറയാറുണ്ട്, നിങ്ങളുടെ ജാതകത്തിൽ ഇന്ന ഭാഗങ്ങൾ ഇന്ന രീതിയിലുണ്ട്, അതുകൊണ്ട് ഇന്ന സ്വഭാവമാണ് നിങ്ങൾക്ക്
ഇന്ന സ്വഭാവമായിരിക്കും നിങ്ങൾക്ക്, ഇന്ന കാര്യങ്ങൾ ഇന്ന രീതിയിലാണ്, നിങ്ങൾ ഇന്ന രീതിയിൽ ചരിഞ്ഞു കിടക്കുന്ന ഉറങ്ങാളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പുതച്ചു കിടക്കുന്ന ആളായിരിക്കും, ഫാൻ ഇട്ട് കഴിഞ്ഞാൽ പുതച്ചു കിടക്കുന്ന ആളായിരിക്കും നിങ്ങൾ, ഫാൻ ഇടാണ്ട് നിങ്ങൾക്ക് സൗണ്ട് കേട്ടാൽ നിങ്ങൾ ഉറങ്ങാൻ പറ്റില്ല. ഇതെല്ലാം ജാതകത്തിൽ നിന്ന് പറയാൻ പറ്റും. ഒരു ജാതകത്തിൽ കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ മാതാവിനെ കുറിച്ചിട്ട്, പിതാവിനെ കുറിച്ചിട്ട്, സഹോദരങ്ങളെ കുറിച്ചിട്ട്, അതിൻ്റെ പുരാണമായ കാര്യങ്ങളെല്ലാം തന്നെ ഒരു ജാതകത്തിൽ നിന്ന് നമുക്ക് കിട്ടും. അതിന് പല രീതിയിലുണ്ട്. ജാതകത്തിൻ്റെ അംശങ്ങളുണ്ട്, ത്രിംശാംശങ്ങളുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ഇതെല്ലാം ഏറെക്കുറെ എല്ലാം പഠിപ്പിക്കാൻ പറ്റില്ലെങ്കിലും നമ്മൾ ഏറെക്കുറെ അതിന് അവബോധം ഉണ്ടായിട്ട് വേണം ഇപ്പോൾ ജ്യോതിഷൻ്റെ അടുത്ത് ചെല്ലാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു യാന്ത്രികമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് യാതൊരു ഗുണങ്ങളും ഉണ്ടാവില്ല. ഇതാണ് ഇഷ്ടം പോലെ ആളുകൾ വരുന്നത്. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അരമണിക്കൂർ ജ്യോതിഷം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു 10 മിനിറ്റെങ്കിലും ഇവരെ ശരിക്കും പറഞ്ഞാൽ ഒരു കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്താക്കണം എന്നുള്ള. കാരണം അവർക്കൊന്നും മനസ്സിലാവില്ല. സാറ് ഞങ്ങൾ പല സ്ഥലത്തും പോയതാണ്, എന്നിട്ട് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല, ഇന്ന കാര്യങ്ങളാണ്. ഇപ്പം നമ്മൾ പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല, സംഭവിക്കാനുള്ളത് സംഭവിക്കുള്ളൂ. അത് എത്രയൊക്കെ തന്നെയാലും കളിപ്പിക്കപ്പെടേണ്ടതാണെങ്കിൽ കളിക്കപ്പെടും. പക്ഷേ നമ്മളൊന്നും അറിയാതെ കളിപ്പിക്കപ്പെടുന്നത് അറിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ആദ്യം പറയാനുള്ള കാര്യം അതാണ്. സാർ പറഞ്ഞ വളരെ വാലിഡ് പോയിന്റ്സ് ആണ്, ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് സാധാരണ രീതിയിൽ ഒരു ജ്യോതിഷൻ സാറ് പറഞ്ഞതുപോലെ ഒരു ബേസിക് അവബോധം കൊടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് പല കാര്യങ്ങളും സോൾവ് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഈ ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ എല്ലാ ജ്യോതിഷന്മാരും ജാതകം എഴുതി കൊടുക്കാറുണ്ട്. മുൻപത്തെ കാലഘട്ടങ്ങളിലാണ് ഈ പറയുന്ന ഒരു ജാതകം മാനുവലി എഴുതാൻ എടുക്കുന്ന സമയം ഒരുപാട് കൂടുതലാണ്. ഇപ്പോൾ ഒരുപാട് റെലവൻറ്റ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കാൽക്കുലേഷൻസ് കിട്ടും. ഏറ്റവും കൂടുതൽ തന്ത്രശാസ്ത്രവും ജ്യോതിശാസ്ത്രവും വിശ്വസിക്കുന്ന കേരളത്തിനകത്ത്, ജ്യോതിഷന്മാർ ഏറ്റവും കൂടുതൽ കേരളത്തിനകത്ത് വളരെ ആശ്ചര്യമാണ്. അതായത് ഈ രാശിയും നവാംശവും നോക്കി മാത്രം ജാതകം പറയുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത്. പക്ഷേ കേരളം വിട്ട് കഴിഞ്ഞാൽ നമ്മൾ പല സ്റ്റേറ്റിലും പോകുമ്പോൾ ബാക്കിയുള്ള കാൽക്കുലേഷൻസ് നോക്കി, ഇൻക്ലൂഡിങ് അഷ്ടവർഗ അല്ലെങ്കിൽ ഈ നവാംശം, ബാക്കിയുള്ള എല്ലാ കാൽക്കുലേഷൻസ് നോക്കി പൂർണ്ണമായിട്ടും ഈവൻ രേഖാണ ഉൾപ്പെടെ നോക്കി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കേരളത്തിനകത്ത് വളരെ വിരലുണ്ടാവുന്ന കുറച്ച് ഇവിടെയുണ്ട്, അതിന്റെ രീതിയുണ്ട് ഇവിടെ. കാരണം രേഖാണ സ്വരൂപം ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ ഇരിങ്ങാലക്കുടയിലെ സേതു മാസ്റ്റർ എടുത്ത് പഠിക്കുന്നത്, അദ്ദേഹം ഒരു പ്രത്യേക രീതിയിൽ ചിന്തിക്കുന്ന ആളാണ്. വേദാന്ത എന്റെ ഗുരുവാണ് അദ്ദേഹം, ഒണ്ണമംഗം. അപ്പൊ അദ്ദേഹത്തിന്റെ സ്റ്റൈൽ വ്യത്യാസമാണ്. ഓക്കെ, അതൊക്കെ ദ്രേക്കണ സ്വരൂപം കൊണ്ട് ചിന്തിക്കാനായിട്ട് അതൊക്കെ അന്നൊക്കെ ചെയ്യുമായിരുന്നു. ദ്രേക്കണ സ്വരൂപങ്ങളെ കൊണ്ട്, ത്രിംശാംശങ്ങളെ കൊണ്ട്, അങ്ങനെ ഭാവങ്ങളെ കൊണ്ട്, അല്ലെങ്കിൽ അതിന്റെ താമ്പൂല സംഖ്യ വെറുതെ എടുക്കാൻ പറയും. താമ്പൂല സംഖ്യ കൊണ്ട് എടുത്തിട്ട് അയാളുടെ സ്വഭാവവും അയാളുടെ ജോലി എന്താണ്, ഇപ്പോൾ എന്താണ് അയാൾ ജോലി ചെയ്യുന്നത് വരെ പറയാൻ പറ്റുന്നുള്ളൊരു വ്യവസ്ഥ ആ രീതിയിലുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഡീപ്പായിട്ട് നമ്മൾ അതിനുശേഷം വേറെ ഗുരുക്കന്മാരുടെ അടുത്ത് പോയി കഴിഞ്ഞപ്പോൾ അതിന് ഡീപ്പായിട്ട് നമ്മൾ ഭാവാൽഭാവ ചിന്ത എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡുണ്ട്. ഭാവാൽഭാവ ചിന്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4-ാം ഭാവം ലഗ്നം എന്ന് പറയുന്നത് ആരൂഢമാണ്. ആരൂഢത്തിന്റെ ഇത് പറയുന്നത് 4-ാം ഭാവം, 4-ാം ഭാവത്തിന്റെ 7ന്റെ അഷ്ടമാധിപൻ എന്ന് പറയുന്നത് 5-ാം ഭാവമാണെന്നും 5-ാം ഭാവത്തിന്റെ 7-ാം ഭാവം എന്ന് പറയുന്നത് 11-ാം ഭാവമാണെന്നും, എന്തുകൊണ്ടാണ് 5-ാം ഭാവത്തിന്റെ 7-ാം ഭാവം 11-ാം ഭാവമായാൽ, എന്നാൽ ഇത്രയും പറയും. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു പിടിയിട്ടില്ല, ഇത്രയും ഭാവത്തിന്റെ. പക്ഷെ ഈ ഭാവത്തിന്റെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു ദേവപ്രശ്നം ഉണ്ടായിരുന്നു, അഷ്ടമംഗല പ്രശ്നം. അഷ്ടമംഗല പ്രശ്നത്തിന് അവർ ആ രീതിയിൽ തന്നെ ചിന്തിച്ചത്. അപ്പം നമ്മൾ പ്രശ്നമാർഗവും ഹോരയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പല ഗുരുക്കന്മാരുണ്ട്, അപ്പുകുട്ടമാഷ് തുടങ്ങിയ ഒരുപാട് ആളുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒക്കെ ഷാർപ്പായിട്ട് ചെല്ലുന്നതാണ് ഭാവാൽഭാവ ചിന്ത എന്ന് പറയുന്നത്. ശരി, വളരെ ഷാർപ്പാണ് അത്. പക്ഷെ അത് പറയുന്നത്, ഞാൻ പറഞ്ഞത് ഈ ഇങ്ങനെ പറയുമ്പോൾ ഒരു ജാതകം കിട്ടിക്കഴിഞ്ഞാൽ ഭാവാൽഭാവത്തിൽ കൂടി ആ വ്യക്തിയുടെ A to Z കാര്യങ്ങൾ അതിനകത്ത് പറയാൻ പറ്റും, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അപ്പോൾ അത് നമ്മൾ കൺവിൻസ് ആക്കണം. ഇപ്പോൾ നമ്മൾ വരുന്ന ആൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ടെൻഷനായിരിക്കും. അതെ, ഉറപ്പാണ്. അവർ ആദ്യമേ തന്നെ ഒന്നും കേൾക്കാനും താല്പര്യമില്ല. അതിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചു, ഇന്ന് രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ഇതാണ് ഈ കിഡ്നി ഇതിനെ ചെയ്തിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന ദോഷങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഈ ദോഷങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ അവിടെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു ദോഷമൊന്നും അവിടെ ഒന്നുമില്ല, 7 വർഷമായിട്ട് അവർക്കറിയാൻ സ്ഥലത്തിനെ കുറിച്ചിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്ത് ഇന്ന കാര്യങ്ങൾ ഇന്ന രീതിയിലുണ്ട്, അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കാൻ പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ മാത്രം മുന്നോട്ട് പോവുക, എന്താണ് കാര്യം എന്നുള്ളത്, അതിന് പരിഹാരം നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അതായത് ഈ വൈബ്രേറ്റഡാണ് അദ്ദേഹം വൈബ്രേറ്റഡാണ്. അതുകൊണ്ടാണ്, കാരണം ഈ ടെൻഷൻ കാരണം അവർ വേണം അങ്ങോട്ട് വിശ്വസിക്കും, ഇവർ വരണം ഇങ്ങോട്ട് വിശ്വസിക്കും, എന്താണ് ഏതാണ് ചെയ്യണേന്നുള്ളതാണ്. അപ്പോൾ നാളെ ഞാൻ ഇരിക്കാത്ത ദിവസം, നാളെ പ്രശ്നം നോക്കാനായിട്ട് വരാമെന്ന് പറഞ്ഞു, ഞായറാഴ്ച. അപ്പോൾ ഈ രീതിയിൽ ആളുകൾ ചിന്തിച്ച് അതിനെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ഇതിനെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്,
ആ വ്യക്തിക്ക് അതുകൊണ്ട് ഗുണമുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായും. ഇപ്പം ഞാൻ നിങ്ങളുടെ കാര്യം പറയാണ്, നിങ്ങളുടെ വലത് കാലിൽ ഇന്ന രീതിയിലുള്ള കുഴപ്പങ്ങളുണ്ട് അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള പാടുകളുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു മെത്തേഡ് നിങ്ങൾ ആലോചിക്കണ്ട, ശരിയാണോ ഇല്ലയെന്ന് റിസൾട്ട് ആണല്ലോ പ്രശ്നം. അല്ലാണ്ട് എങ്ങനെ പറഞ്ഞു ഏത് പറഞ്ഞു എന്നുള്ളതല്ല വിഷയം. നിങ്ങൾ അതാണ് എന്നാണെങ്കിൽ അത് തന്നെയായിരിക്കും, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. ഈ രീതിയിലുള്ള കൺവിൻസിങ് മെത്തേഡുകളാണ് ആവശ്യം. കാരണം അവനവൻ്റെ പരിഹാരം അവനവന് മാത്രമാണ്. ഞാൻ ആഹാരം കഴിച്ചാൽ എനിക്ക് വിശപ്പ് മാറുള്ളൂ, നിങ്ങൾ ആഹാരം കഴിച്ചാൽ എനിക്ക് വെക്കാൻ വിശപ്പ് മാറില്ല. അത്ര ഉയരണം, അങ്ങനെ സാധിക്കും. ശരി. അപ്പോൾ സാധാരണ ആളുകൾ എന്നുള്ള രീതിയിൽ ഞാൻ മരുന്ന് കഴിച്ചാൽ എൻ്റെ അസുഖം മാറും, ഞാൻ ആഹാരം കഴിച്ചാൽ എൻ്റെ വിശപ്പ് മാറും, ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. ആ ബേസിക് ആയിട്ട് നോളജ് എന്ന് പറയുന്നത് ശരിക്കും അത് ഇന്നവിറ്റബിളാണ്, വെരി എസെൻഷ്യൽ, ദാറ്റ് മസ്റ്റ് ബി ഡൺ. അത് ഒരു അസ്ട്രോളജർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ നല്ലൊരു ബെസ്റ്റ് കൗൺസിലർ ആയിരിക്കണം. ആ കൗൺസിലിംഗ് മാത്രം കൊണ്ടാണ് ഒരു വ്യക്തിയെ കൺവിൻസ് ആകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഡോക്ടർ പാരസെറ്റമോൾ കഴിച്ചു അല്ലെങ്കിൽ അതിൻ്റെ ആൻറ്റിബയോട്ടിക് കഴിച്ചു, ഒരാഴ്ച കഴിഞ്ഞിട്ട് പനിയൊക്കെ മാറി, ടെമ്പറേച്ചർ ഒന്നുമില്ല, അയാൾ വിചാരിക്കുകയാണ് ഒരു പനി മാറിയില്ല എന്ന് വിചാരിച്ചാൽ അയാൾ പറിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. ശരി, അയ്യോ എനിക്ക് പനിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് മാനസികമായിട്ടുള്ളതാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളും സൈമൾട്ടേനിയസ് ആയിട്ട് തന്നെ യോജിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ അത് നടക്കുള്ളൂ. സാർ പറഞ്ഞ വളരെ കറക്റ്റാണ്. അതായത് ഈ പറയുന്ന ഒരു ജ്യോതിഷൻ പൂർണ്ണമായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ക്യാപ്പബിലിറ്റി ഉണ്ടാകണം. അതിലുപരി ഒരു ജാതകന് നല്ലൊരു ജ്യോതിഷൻ്റെ അടുത്തെത്താൻ ഒരു കർമ്മ യോഗമുണ്ട് അല്ലേ? പൂർണ്ണമായിട്ട് ആ സമയത്ത് മാത്രമേ അത് എത്തുള്ളൂ. ഇതിൻ്റെ വേറൊരു തലം സാറ് ആദ്യം പറഞ്ഞ പോയിൻറ്റ്സിനകത്ത് വാലിഡ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ. സാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാർ പറഞ്ഞ വേദാന്ത കാലങ്ങൾക്ക് മുൻപ്, അതിനുശേഷമാണ് ഈ ക്ഷേത്ര കൺസെപ്റ്റ് വന്നത്. നമ്മുടെ മരണശേഷം ദ ലോസ് ഓഫ് സ്പിരിറ്റ് വേൾഡിനകത്ത് പറയുന്നുണ്ട്, പല ബുക്സിനകത്തും പറയുന്നുണ്ട്. മതം ശരിക്കും ഇല്ലല്ലോ. നമ്മൾ ജനനമെടുക്കുന്നത് എന്താ പറയുക, നമ്മുടെ കർമ്മങ്ങൾ ചെയ്തു തീർക്കാനും അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങൾ പല അസുഖങ്ങളായിട്ട് വന്നു മാറി പോകാനും അല്ലേ. അപ്പോൾ ഈ ജാതി മതത്തിനപ്പുറം ഇതുപോലെ നല്ല രീതിയിലുള്ള ജ്യോതിഷന്മാരെ കാണട്ടെ, എത്താനുള്ള ഭാഗ്യം ഓരോ ജാതകനും ഉണ്ടാകട്ടെ. നല്ലൊരു ബേസിക് അവബോധം ആദ്യം വരണം, എങ്കിൽ മാത്രമേ അടുത്ത തലങ്ങളിലേക്ക് പോകാൻ കഴിയുള്ളൂ. നന്ദി, നമസ്കാരം.